ഫസ്റ്റ് നൈറ്റിൽ ഭാര്യ ഭർത്താവിന് പാലുമായി വരുന്നു. ഭർത്താവ് കുടിച്ച ശേഷം ബാക്കി ഭാര്യയ്ക്ക് നൽകുന്നു. ഈ സ്ഥിരം ശൈലികളോടൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാ പാലിന് പകരം ഇവനെ സേവിക്കാന്ന് കരുതി. സംശയിക്കണ്ട, മദ്യം തന്നെയാ. ഇതിന്റെ കൂടെ പാലും കൂടി കുടിച്ചാൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് അത് താൻ തന്നെ കുടിച്ചോ. കിച്ചുവും ശ്രീയുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? ഫോർ യു ഫോർ എവർ നടത്തുന്ന കിച്ചുവും ശ്രീയുമായി നിങ്ങൾക്ക് എന്താ ബന്ധം എന്നാ ചോദിച്ചത്? അത് പറയണം. ഞങ്ങൾക്ക് അവർ ചില സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഓ, സഹായം എന്ന് പറഞ്ഞാ എന്തുതരം സഹായ? വലിയ സഹായങ്ങളായിരിക്കും. അതുകൊണ്ടല്ലേ ആരും വരാത്ത ചടങ്ങിന് മോടി കൂട്ടാൻ അവരെത്തിയത്? അത് എന്റെ അനിയത്തി ദേവേനയുടെ ബെസ്റ്റ് ഫ്രണ്ട്സാ കിച്ചും ശ്രീയും. അവളെ വിളിച്ചിട്ട് അവര് വന്നത്. എന്ന് വെച്ചാ താൻ വിളിച്ചില്ല എന്നർത്ഥം. മേലേതിൽ സരസ്വതി അമ്മയുടെ ഒരേ ഒരു മകനാ ഞാൻ. കുടുംബത്തിലെ ഏക ആന്തരി. അതറിയൂ എന്തോ? അറിയാം. എന്നാ അങ്ങനെയുള്ള ഞാൻ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ഒരു പെണ്ണിനെ കൈപിടിച്ചു കൊണ്ടുവന്നപ്പോ ഇവിടെയുള്ളവർ തന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചത് എന്തുകൊണ്ടെന്നറിയോ? തന്റെ പാസ്റ്റ് അവരറിയാത്തോണ്ടാണ്. സുഖേട്ടൻ വീട്ടിൽ വന്നപ്പോ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഒക്കെ എല്ലാവരും അറിഞ്ഞൂന്നല്ലേ? അങ്ങനെ പറഞ്ഞു, പറയേണ്ടി വന്നു. ഈ വിവാഹം നടക്കേണ്ടത് എന്റെ അത്യാവശ്യമായതുകൊണ്ട്. മറിച്ച് സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊപ്പം താനിപ്പോ ഈ റൂമിൽ ഉണ്ടാവുമായിരുന്നില്ല. എന്നാലും നടന്നതൊക്കെ വീട്ടുകാർ ധരിപ്പിക്കാതിരുന്നത് ശരിയായില്ല. എന്നാ പോയി പറ. എന്നിട്ട് അവരുടെയൊക്കെ വായിരിക്കുന്ന കൂടി കേൾക്ക്. മൂടി വെക്കേണ്ടത് മൂടി വെക്കുക. ഇനി അബദ്ധവശ അവരൊക്കെ അറിഞ്ഞ അപ്പോഴുണ്ടാവുന്ന പ്രതികരണം സഹിക്കാനും തയ്യാറാവുക. കൂടുതൽ കരച്ചിലും പിടിച്ചിലൊന്നും വേണ്ട. കിച്ചുവും ശ്രീയും അതുപോലെ പലരും ഉണ്ടാവും അടുത്ത സുഹൃത്തുക്കളായിട്ട്. ഇന്നത്തോടെ സുഹൃത്ത് ബന്ധം കട്ട് ചെയ്തോണം. ഞാനും അത്ര നല്ലവണ്ണൊന്നല്ല, തരകിടകൾ പലതും ചെയ്തിട്ടുണ്ട്. എന്നാലും പരസ്ത്രീയുടെ മണം ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. എല്ലാം അറിഞ്ഞ് കൈപിടിച്ചവനെ ഇനിയും വഞ്ചിക്കാൻ ശ്രമിക്കരുത്. വഞ്ചിച്ചാൽ
ഗുഡ് നൈറ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എപ്പോഴാണ്? ജന്മം നൽകിയവർ മക്കളുടെ നന്മ കാണാതെ വരുമ്പോഴാണോ? അവർ സ്വന്തം രക്തത്തെ തള്ളിപ്പറയുമ്പോഴാണോ? ഉത്തരം അപൂർണമാണെങ്കിലും ഞാൻ ഏകാന്തത ഇഷ്ടപ്പെടുന്നില്ല. കടുത്ത വേദനയാണ് ഉള്ളിൽ നിറയെ. സ്വന്തം ആത്മാവ് പോലെ കരുതിയതെന്തോ മറ്റൊരാൾക്ക് സ്വന്തമായിരിക്കുന്നു. ചേച്ചിയുടെ ഈ വേർപാടിന് പകരം വെക്കാൻ എന്റെ പക്കലൊന്നും തന്നെയില്ല. ഞാനാ ദേവയാനി, ശിവൻ. ഇവിടെ ഈ രാത്രിയില് ഞാൻ എന്റെ നാടും വീടും ഉപേക്ഷിച്ച് പോവുക. അതിനു മുമ്പ് തന്നെ ഒന്ന് വന്ന് കാണണം തോന്നി. താനെന്തിനാ എന്നെ കാണുന്നേ? കാണാതെ പോയ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല. താൻ ക്ഷമിച്ചു എന്ന് പറയാതെ, തന്റെ ശാപത്തുനിന്ന് മുക്തനാവാതെ ഒരിടത്തും എനിക്ക് രക്ഷ കിട്ടില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായ പശ്ചാത്താപത്തോടെ തന്റെ മുന്നിൽ തലമുനിക്കുക ഞാൻ. പക്ഷേ എനിക്ക് ഈ വാക്കുകൾ വിശ്വാസം വരുന്നില്ല. കാരണം താൻ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. വാക്കുകൾക്ക് സ്ഥിരതയില്ലാത്തവനെ കണ്ണുടച്ച് വിശ്വസിച്ചാൽ വീണ്ടും എതിരേൽക്ക് ചതിക്കുഴിയായിരിക്കും. ഇല്ല ദേവയാനി, പെണ്ണിന്റെയും ഗുരുവിന്റെയും ശാപത്തിന്റെയും അവരുടെ കണ്ണീരിന്റെയും വില എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു നോവൽ തട്ടിപ്പറിച്ചിട്ട് ശിവൻ യുവ സാഹിത്യകാരനായി. സത്യത്തിൽ പണവും പ്രശസ്തിയായിരുന്നു എന്റെ മുന്നിൽ. അതാണ് എന്തിനേക്കാൾ മൂല്യമെന്ന് ഞാൻ കരുതി. ആഗ്രഹിച്ചതൊക്കെ സ്വന്തമാക്കിയ ഞാൻ. പക്ഷേ കഥയുടെ അവസാനം തോറ്റു. തെറ്റുകൾ ഒന്നൊന്നായി മനസ്സിലാക്കി. ദയക്കായി യാചിക്കാൻ വന്നിരിക്കുക ഞാൻ. മേനോൻ സാറിനോടും മാപ്പിരക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കാണാൻ ശക്തി പോലെ. ദയവായി ഞാൻ പറയുന്നതൊക്കെ അതിൻ്റെതായ അർത്ഥത്തിൽ ദേവയാനി മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കുന്നതിലുപരി താൻ തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയല്ലോ, അത് തന്നെ വലിയ കാര്യം. കൊടും ചതിയ ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് നാട് വിട്ടു പോയാലും ശേഷിച്ച ജീവിതം നന്മയ്ക്കായി മാറ്റിവെക്കണം. അതുപോലെ തന്റെ വീട്ടിൽ തന്റെ അമ്മയും പെങ്ങളും ടെൻഷനില്ല. പോകുന്നതിന് മുൻപ് അവരെ പോയെന്ന് കാണണം. മകൻ ജീവിച്ചിരിക്കുന്നു എന്ന വിശ്വാസം അവർക്കൊരാശ്വാസമാവും. കൊലക്കത്തിക്ക് ഇരയായില്ലെങ്കിൽ അവരെ കണ്ടിട്ട് ഞാൻ മടങ്ങും. ഒപ്പം മറ്റൊരാഗ്രഹം കൂടി ബാക്കിയുണ്ടായിരുന്നു എനിക്ക്. MC ബുക്സിന്റെ MD സേവ്യ സാറിനെ കണ്ട് കനലാട്ടത്തിന്റെ അവകാശം തന്നെ ഏൽപ്പിക്കാം. അതിനിപ്പോ വേണ്ട ശിവ, എന്റെ കഴിവുകൾ നശിച്ചിട്ടില്ല. എന്റെ മുന്നിൽ സമയം ധാരാളം ഉണ്ട്. കനലാട്ടം കയ്യിലിരിക്കുന്നത് അപകടമാണെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഇപ്പൊ തന്റെ കാര്യം കൂടിയായപ്പോ എനിക്കത് പൂർണ്ണ ബോധ്യമായി. വീട്ടിൽ ചെന്ന് കഴിയുമെങ്കിൽ ആ നോവലെടുത്ത് കത്തിച്ചു കളയാം. ചിലപ്പോ അതിരിക്കുന്ന വീടിനും ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം. ഇനി ഭാഗ്യമുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണാം. തനിക്കെന്നും നന്മേ വരൂ.
കിച്ചുവിന്റെ ശ്രീയുടെയും വിവരം അറിയാൻ ആകാംക്ഷയുണ്ടായിരുന്നു. ഏതായാലും അവർ കേസിൽ നിന്ന് രക്ഷപ്പെട്ടുല്ലോ. ഭാഗ്യം. ഇതിന്റെ പേരില് ചേച്ചിയുടെ ജീവിതം തകരുമെന്നായിരുന്നു അച്ഛന്റെ അമ്മയുടെയും പേടി. സുഖേട്ടൻ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ ചേച്ചി? ഏയ്, സുഖേട്ടനൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. ഇന്നലെ ചേച്ചി നന്നായി വേദനിച്ചിരുന്നു. കൂട് വിട്ട് കൂടും മറന്നതിന്റെ വേദന. പക്ഷേ ഇപ്പം മുഖം പ്രസന്നോ. ചേച്ചിക്ക് നല്ലൊരാളിന്റെ തണല് കിട്ടിക്കഴിഞ്ഞെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ചേച്ചിക്ക് നല്ല കാലം വന്നപ്പോ ഞാനാകെ ടെൻഷനില്ല ചേച്ചി. കിച്ചുവിനെ ശ്രീയെ രക്ഷിക്കാൻ തന്നിഷ്ടത്തിന് പോയതിന്റെ ദേഷ്യം, അവരോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിന്റെ ദേഷ്യം, അതിലുപരി എന്തൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള സംസാരം ഒക്കെ നിനക്ക് തോന്നുന്നതാ മോളെ. അച്ഛന്റെ അമ്മയുടെയും കാര്യത്തില് വെറും തോന്നലോ? ഒരിക്കലുമില്ല. എന്നെ നമ്മുടെ അച്ഛനും അമ്മയും ഒരുപാട് വെറുക്കുന്നുണ്ട്. ചേച്ചി കൂടെ ഇല്ലാത്ത അവസ്ഥയില് അവരെന്നോട് ദേഷ്യപ്പെട്ട, മുഖം കറുത്ത് സംസാരിച്ച എനിക്കതെങ്ങനെയാ താങ്ങാൻ കഴിയുന്നത്? പെട്ടെന്നുള്ള ദേഷ്യത്തിന് അച്ഛനും അമ്മയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാവും മോളെ. ഒന്നും നീ മനസ്സിൽ വെച്ചേക്കണ്ട. എന്ത് പ്രശ്നം ഉണ്ടായാലും പങ്കുവെക്കാൻ ആളില്ലാത്തതിന്റെ വിഷമം ഞാൻ ഇപ്പോഴും അറിയുന്നു. ചേച്ചിയുടെ കല്യാണം കൊണ്ട് നഷ്ടം ഉണ്ടായത് എനിക്ക്. ഒന്ന് ഉറക്കെ കരഞ്ഞാൽ പോലും ആശ്വസിപ്പിക്കാൻ ആരുമില്ല ഇപ്പോ. രാത്രിയുടെ ഏകാന്തതയിൽ തെല്ലൊരാശ്വാസമായ ഒരാൾ വന്നു. കുമ്പസരിക്കാനാ വന്നത്, ആത്മാർത്ഥമായി കുമ്പസരിക്കാൻ. വേറെ ആരുമില്ല, നമുക്ക് ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കി തന്ന ആള് തന്നെ, ശിവൻ. ശിവനോ? അതെ, അലക്സാണ്ടർ പേട്ടയുടെ കയ്യിൽ നിന്ന് മൃഗീയ പീഡനം അനുഭവിച്ച അയാൾ സർവ്വ തെറ്റിനും ക്ഷമയാചിച്ചു. അലക്സാണ്ടർ പേട്ട തന്നെ ശിവന്റെ ശത്രുവായത് ദൈവശിക്ഷ തന്നെയാ. ആലീസ് അതിനൊരു നിമിത്തമായി എന്ന് മാത്രം. പേട്ട കുടുംബക്കാര് ശത്രു സംഹാരം ഒരു കലയാക്കി മാറ്റിയവരാ. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ കഴിഞ്ഞാൽ അത് ശിവന്റെ ഭാഗ്യം. ആ, കിച്ചുനും ശ്രീക്കൊപ്പം നടക്കുന്നുണ്ട്, നീയും സൂക്ഷിക്കണം. ആക്രമണം എപ്പോഴാ എങ്ങനെയാ ഒന്നും പറയാൻ പറ്റില്ല. അറിയാം, ഒരിക്കൽ ശത്രുവായി പോയാൽ ക്ഷമിക്കാൻ തയ്യാറാവാത്തവരാ നമ്മുടെ എതിർപക്ഷത്ത്. സ്വയരക്ഷയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുതിയിരിക്കണം. അവര് മാരകായുധവുമായി ശത്രുവിനെ എതിരിടുമ്പോ ഞാൻ വിദ്യ ആയുധമാക്കുക. സിവിൽ സർവീസിന് ഉടനെ കോച്ചിങ് തുടങ്ങണം. IAS ആ ലക്ഷ്യം. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്ന് എന്റെ വിശ്വാസം. ഇന്നലെ വരെ കടുത്ത മനോവിഷമത്തിലായിരുന്നു എന്റെ ഭാര്യ. ഇപ്പൊ എല്ലാം മാറിയോ? അത് പിന്നെ വേദനിക്കാതിരിക്കോ? കൊട്ടും കുരവയുമായി നടത്തേണ്ട വിവാഹം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. രജിസ്റ്റർ മാരേജ് നടത്തുന്നതിൽ തീരെ താല്പര്യമില്ലാത്ത കാരണ അമ്മ വരാതിരുന്നത് കല്യാണി പറഞ്ഞു. അതെ, അതിന്റെ പേരില് എന്നോട് ഉടക്കുകയും ചെയ്തു. ആ, എത്തിയല്ലേ രണ്ടാളും. ഭദ്രൻ എന്താ നിൽക്കാതെ പോയത് സുശീലേ? അത് നിക്കണെന്ന് ഞാൻ 100 ആവർത്തി പറഞ്ഞതാ. എവിടെ കേക്കാൻ? ഭാര്യ വീട്ടില് ഒരു ദിവസത്തെ കൂടുതൽ നിക്കുന്നത് ഭദ്രേട്ടന് ഇഷ്ടല്ല. കരഞ്ഞ് കാല് പിടിച്ചാലും നിക്കില്ലാന്നേ. ഇനി അബദ്ധവശ വന്നു പോയാലോ? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലായി, ഭക്ഷണം കഴിക്കാൻ കൂടി നിക്കില്ല. ചിലരുടെ സ്വഭാവം അങ്ങനെയാ. കല്യാണി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ തീരെ പിന്നോട്ടാ കേട്ടോ. ആ ശീലമൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. ഏതായാലും പുതിയ പെണ്ണിന്റെ ചിട്ടകളും രീതികളും മനസ്സിലാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഭദ്രേട്ടൻ ചൂടാവായിരിക്കും, എന്നാലും സാരമില്ല. നമുക്കും നമ്മുടെ വീട്ടിൽ 2 ദിവസം നിൽക്കണ്ടേ? എന്നാ ഇനി സമയം കളയുന്നില്ല, ഇറങ്ങുക. ഇതാ SBTയില് ഒരു 3 ലക്ഷം ഫിക്സഡ് ഇട്ടിട്ടുണ്ട്, 2 ആളുടെയും പേർക്ക്. FD ആണെന്ന് കരുതി അവിടെ തന്നെ ഇട്ടേക്കണമെന്നില്ല. എപ്പോ എന്താ ആവശ്യം ഉണ്ടെങ്കിലും എടുക്കാം. ഫിക്സഡ് എടുക്കാതിരിക്കുന്ന ബുദ്ധി. ആ, ഇനിയിപ്പോ എന്താ ആവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. കല്യാണത്തിന്റെ ചെലവ് ചുരുക്കിന്ന് കരുതി ഞാനൊരു പിശുക്കനൊന്നും അല്ല കേട്ടോ. എന്നാ ഞങ്ങൾ ഇനി നിൽക്കുന്നില്ല. സമയവും സന്ദർഭം കിട്ടുമ്പോ കല്യാണിയും കൂട്ടി സുകുമാരൻ അങ്ങോട്ട് വരിക. ഓ, എന്തിനാ ഇവര് മാത്രം ആവുന്നത്? എല്ലാവരും പോന്നോട്ടെ. കോളേജിൽ നിന്ന് വരുമ്പോ ഇളയവർ രണ്ടുപേരോടും ഞങ്ങൾ അന്വേഷണം പറയണം. ശരി മോളെ, പോയിട്ട് വരാം. പോട്ടെ.
വാ അമ്മേ. ഓ, ഒരു പിച്ച ഡെപ്പോസിറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. ഹ, എന്താ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഓ പിന്നെ ഇഷ്ടപ്പെട്ടു. ഫിക്സ്ഡ് ആവുമ്പോ പണം എടുക്കണമെങ്കിൽ അവളുടെ അനുവാദം ഒപ്പൊക്കെ വേണല്ലോ. കാഞ്ഞ ബുദ്ധിയാ തന്തയുടെ. ശ്രീധരൻ തന്നില്ല എന്ന് വേണ്ട, ഒരു പിടി കയ്യിലിരിക്കും ചെയ്യും. ചേച്ചി ഒന്ന് ചുമ്മാതിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം. ഉണ്ടാക്കിക്കോണം. അറിയാലോ ഭദ്രേട്ടന്റെ സ്വഭാവം. കല്യാണം കഴിഞ്ഞും അത് ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞ അങ്ങനെ അങ്ങ് തോന്നിയോലൊക്കെ ചെയ്യും. ദേഷ്യം വന്നാ പിന്നെ കണ്ണും മൂക്കും കാണാത്തൊരു മനുഷ്യനാ. അതോർത്താ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. ഒന്ന് മാർക്കി, എന്നെ കൊണ്ടൊന്ന് കൂടുതൽ പറയിപ്പിക്കണ്ട. ഇവിടെ നിൽപ്പുണ്ടായിരുന്ന അയ്യോ. ശിവൻ നാട് വിട്ടു പോയതുകൊണ്ട് തൽക്കാലം അലക്സാണ്ടർ പേട്ടയുടെ ഭാഗത്തുനിന്ന് തിരിച്ചടിയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷ എനിക്കില്ല ശ്രീ. ഞാനാണ് അജ്ഞാതനെന്ന് അയാൾ ധരിക്കുന്നതോറും അജ്ഞാതനുണ്ടാക്കുന്ന പരാക്രമങ്ങൾക്കൊക്കെ തിരിച്ചടി കിട്ടുന്നത് എനിക്കായിരിക്കും. ആ അജ്ഞാതൻ എന്ന് പറയുന്ന റാസ്കലിന്റെ ഫോൺ നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ വിളിച്ചു പറയാമായിരുന്നു ദയവേത് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ. ഇപ്പൊ ഏതായാലും അവന് കാര്യങ്ങൾ എളുപ്പമായി. ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു ഇടനിലക്കാരനെ കിട്ടിയതുകൊണ്ട് എന്ത് തോന്നിയാസം കാണിക്കാൻ. ഏതായാലും നീ ഒരു കാര്യം ചെയ്യും, സ്വരക്ഷയ്ക്കായിട്ട് 1-2 ബോഡി ഗാർഡ്സിനും കൂടെ കൂട്ടിക്കോ. അല്ല, ഏത് വഴിയാണ് അടിവരെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാ. തമാശക്കല്ലേ? ഇനി ഗുണ്ടകളെ കണ്ടിട്ട് വേണം അജ്ഞാതൻ ഞാനാണെന്ന് ഉറപ്പിക്കാൻ. ദേവേന് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാറണോ? മര്യാദ ഉള്ളൊരു മാർത്തരും. എനിക്ക് മര്യാദയില്ല, ഞാൻ മാറത്തൂല്ല. എങ്ങനെയുണ്ട് കോച്ചിങ് ഒക്കെ? കുറച്ച് കട്ടിയാ. പിന്നെ പെട്ടെന്നങ്ങ് ജയിച്ചു കയറാന്ന് കരുതിയോ? IAS എടുത്തിട്ട് എന്താ അടുത്ത പ്ലാൻ? പ്ലാൻ ഒരുപാടുണ്ട്. അലക്സാണ്ടർ പേട്ടമാരെ പോലുള്ളവര് സമൂഹത്തിൽ തഴച്ചു വളരുമ്പോ ചിലരെങ്കിലൊക്കെ ഉണ്ടാവണമല്ലോ, അവർക്കൊരു വെല്ലുവിളിയായിട്ട്. അപ്പൊ തിന്മയ്ക്കെതിരെ പോരാടാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണല്ലേ? കഴിഞ്ഞ കാലം എനിക്ക് തന്ന ധൈര്യം അത്. ഇനി ആർക്കെതിരെയും എങ്ങനെയും പ്രതികരിക്കാൻ യാതൊരു കൂസലുമില്ല. പോരിനിറങ്ങുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മന്ത്രിമാരെ കളക്ടറെ വരെ പീഡിപ്പിക്കുന്ന നാടാ ദൈവത്തിന്റെ സ്വന്തം നാട്. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ വേണം മുന്നോട്ട് പോവാൻ. ഏതായാലും നിങ്ങൾ സംസാരിച്ചിരിക്കെ. ദേവയാനി കാണാൻ എനിക്കല്ല തിടുക്കം, ഇവനാ. ദേവയാനി വരുമ്പോ മാറി തരണമെന്ന് ഇവൻ എന്നോട് പറഞ്ഞിരുന്നു. എപ്പോ പറഞ്ഞു? അത് ശരി, അപ്പൊ അത് നീ പറഞ്ഞോ? ഏതായാലും ഞാൻ മാറിയേക്കാം. അവൻ വെറുതെ അല്ല കിച്ചു, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് എനിക്കൊരു ശല്യമല്ല കേട്ടോ. കിച്ചുവിന്റെ പ്രസൻസ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. റിയലി? ഒരു ഭാഗത്ത് ഞാൻ അജ്ഞാതനെ ശപിക്കുന്നു, മറുഭാഗം ചിന്തിക്കുമ്പോൾ എനിക്ക് അയാളോട് ആരാധനയുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണയല്ലേ ഈ ബന്ധം ഇത്ര ദൃഢമാക്കിയത്? അത് മാത്രമല്ല, ഈ വ്യക്തിത്വം അതിനൊരു നിമിത്തമായി. ആ, നന്നായിട്ട് അധ്വാനിക്ക്. എത്രയും പെട്ടെന്ന് സിവിൽ സർവീസ് എന്ന കടമ്പ കടന്ന് ലക്ഷ്യത്തിലെത്താനായി ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ? നിന്റെ ഒരുക്കം ഇതുവരെ തീർന്നില്ലേടി? കഴിഞ്ഞമ്മേ. കഴിഞ്ഞു. ഇതുകൊണ്ടാ നിന്നെയൊന്നും ഞാൻ കൂടെ കൂട്ടാത്തത്. കല്യാണ പെണ്ണിനില്ലാത്ത ഒരുക്ക. വരുന്നെങ്കിൽ ഇങ്ങോട്ട് വാടി. നേരെ ചൊവ്വൊന്നും ഒരുങ്ങാനും സമ്മതിക്കില്ല. ഓ, ഒരുങ്ങിയാലും മതി. കല്യാണത്തിന് പോവില്ലേ? കുറച്ചും കൂടി ആഭരണമാവായിരുന്നു. ഏട്ടത്തിന് തുടങ്ങിയോ കളിയാക്കല്? ഞാൻ കളിയാക്കിയതല്ല മോളെ. ആഭരണം കുറഞ്ഞു പോയിന്ന് മോക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട്, ഒരെണ്ണങ്ങ് കൊടുക്ക്. തിരിച്ചു വരുമ്പോ തന്നേക്കാം. അയ്യോ വേണ്ട ചേച്ചി. വേണ്ടെന്ന് സുരഭിയാണോ തീരുമാനിക്കുന്നത്? സുരഭിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മാലല്ലേ ഇത്. ഇത് തന്നെ ഇട്ടോ. ചേച്ചി സ്നേഹത്തോടെ തരുന്നല്ലേ, ഇട്ടോടി. നന്നായിട്ടുണ്ട്. ദേ, ഒരുപാട് വിലപിടിപ്പുള്ള മാലയാ ഇതേ. ഇല്ല, ആര് ചോദിച്ചാൽ ഞാൻ ഇതങ്ങ് ഊരി കൊടുക്കും. ഒന്ന് പോ. സുമിത്രയോടൊന്ന് കോളേജിൽ പോണ്ടെന്ന് പറഞ്ഞതാ. അവൾക്ക് പഠിത്തം കളയാൻ പറ്റില്ലാന്ന്. അയ്യോ, ഇനിയിപ്പോ മോള് ഇവിടെ തനിച്ചാവുമല്ലോ. കുഴപ്പമില്ലമ്മേ, നിങ്ങൾ അധികം വൈകാതെ വന്നാ മതി. ദേ, അകത്ത് സ്വർണ്ണമൊക്കെ ഒരുപാടുണ്ടേ.
അതുകൊണ്ട് കഥമൊക്കെ തുറന്നിട്ടിട്ട് എങ്ങോട്ടും പോരുത്. കല്യാണം നടന്ന വീട്ടില് കള്ളന്മാർക്കൊരു കണ്ണുള്ളതാ. അമ്മ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, ഞാൻ അബദ്ധം ഒന്നും കാണിക്കില്ല. വാ മോളെ. ഇത് ഒറിജിനലാണോ? എന്താ സംശയം? അപ്പോഴേ ഇതേ ഫാഷനിൽ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞൊരു മാല പണിത് തരണം.